നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ ഷോപ്സിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്ന ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് യൂസ് ചെയ്യണേ. അടുക്കളയുടെ നേരെ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചൂടൊക്കെ ആകുമ്പം അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഞെളുങ്ങിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ടുന്ന കുപ്പീനെ വാങ്ങിക്കാമെന്ന്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നതും ഇതുപോലത്തെ കുപ്പിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ അടപ്പ് പോലത്തെ എണ്ണ ഒഴിക്കണ ഭാഗം ഉണ്ടല്ലോ, അത് കേടായിട്ടാണ് പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിയത് കേട്ടോ. പൊട്ടുന്നതാണ് ഒരു കണക്കിന് നല്ലത്. വേറെ നമുക്ക് കേട് കാര്യങ്ങളൊന്നും വരില്ല. 1/2 ലിറ്ററിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പം ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടായിരുന്ന സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും ഈ കുപ്പികളിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിലും ബാക്കി എല്ലായിടത്തും കുപ്പികൾ മാത്രമായിട്ടാണ് കണ്ടേട്ടോ. അപ്പം ഞാനിത് ഷോപ്സിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഷോപ്സിൽ നിന്ന് വാങ്ങിയപ്പം 4 110 ml കുഞ്ഞു കുപ്പികളും പിന്നെ ഇതേപോലെയുള്ള ഫണലും അങ്ങനെ 2-3 സംഭവങ്ങളൊക്കെ കൂടുതൽ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് പൈസ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ലാഭമായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാനിതെല്ലാം കൂടി എടുത്തേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് പൊട്ടുന്ന കുപ്പികൾ വളരെ കുറവാണ്, ഈ സ്റ്റോറേജ് ബോട്ടിലൊക്കെ. അപ്പോൾ ഞാൻ ആ കുഞ്ഞു കുപ്പികൾ 100 ml പാത്രത്തിലൊക്കെ ഈ പൊടികളൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വയ്ക്കാമെന്നും വിചാരിച്ചു കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഈ പുതിയ കുപ്പിയിൽ. അല്ലെങ്കിൽ നമ്മളിതുപോലെ എണ്ണക്കുപ്പിയൊക്കെ ഇടയ്ക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് എണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞു ഇത് ഗരം മസാല, അതുപോലെ തന്നെ ഈ ഉണക്ക മാങ്ങയുടെ പൗഡർ, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ആ നീലടപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ നീലടപ്പുള്ള പാത്രം എന്തിൻ്റെയാന്ന്? പഴയ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറയാം കേട്ടോ. പണ്ട് നമ്മൾ കോമളയിൽ സ്ഥിരം ജീരക മിഠായി മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം നിർബന്ധമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, അന്നാണ്. അപ്പോൾ ജീരക മിഠായി ഇങ്ങനെ വാങ്ങി വയ്ക്കും. അതിൻ്റെ കുഞ്ഞു കുപ്പികളാണ് ആ നീലടപ്പുള്ള കുപ്പികൾ കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാനിതേ ഈ പൊട്ടുന്ന കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഉണ്ണിയും കൂടിയിട്ട് ചങ്ങനകുളത്തേക്ക് പലചരക്കും പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം 2-3 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയത്. ചങ്ങനകുളത്ത് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങി. അപ്പോൾ ഒരു നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു തട്ടും പിന്നെ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റും കട്ടിംഗ് ബോർഡും ആണ് വാങ്ങിയത് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് അടപ്പുള്ളത് വേണമായിരുന്നു. കാരണം നമ്മൾ പൂച്ചകളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരെല്ലാത്തിലും വന്നിട്ട് തലയിടും, സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുക കേട്ടോ എപ്പോഴും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ടേബിളിൽ വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അടപ്പുള്ളത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയും ചെയ്തു. പൂച്ചകളെ വീഡിയോയിൽ എന്താ കാണിക്കാത്തതെന്ന് ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കും. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവരേനെ ഞാൻ ഫുഡ് കൊടുക്കണ നേരത്ത് മാത്രമേ ഇവിടെ പുറത്തേക്ക് നമ്മൾ പെരുമാറുന്ന ഏരിയയ്ക്ക് തുറന്നു വിടുള്ളൂ കേട്ടോ. പണ്ട് അവരേനെ എല്ലായിടത്തും നമ്മുടെ വാക്കുട്ട ഉണ്ടായ സമയത്ത് എല്ലായിടത്തും കറങ്ങി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടലും ആസ്മയൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് അവരേനെ എല്ലായിടത്തും ഇറക്കണത്. അപ്പോൾ അവർ മിക്കവാറും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ കൊടുത്ത് അവരെ അകത്തേക്കാക്കും. അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ നേരത്ത് എൻ്റെ കയ്യോ, ഞാൻ കുക്ക് ചെയ്യലല്ലേ നമ്മുടെ ചാനലിൽ കൂടുതൽ കാണിക്കണേ, അപ്പോൾ എൻ്റെ കയ്യും എൻ്റെ ബോഡിയും ഒക്കെ ക്ലീൻ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അവരെ തുറന്നു വിട്ടാൽ രോമൊക്കെ നമ്മുടെ മേലാവും. അപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തുറന്നു വിടണ നേരത്ത് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ എടുക്കാറുണ്ട്. അതാണ് ചില വ്ളോഗിലൊക്കെ കാണാറുള്ളത് കേട്ടോ. അപ്പം കട്ടിംഗ് ബോർഡ്, എൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, ഞാൻ ഹോം സെൻറ്ററിൻ്റെ ആ ബ്രാൻഡിൻ്റെ കട്ടിംഗ് ബോർഡായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിന്ത്രേന്ന് കഴിഞ്ഞ കൊല്ലത്തെയാണ്, മിന്ത്രേന്ന് 2 എണ്ണം സെറ്റായിട്ട് വാങ്ങിയിട്ടോ. അത് ആദ്യത്തെ ഒരു കട്ടിംഗ് ബോർഡ് എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രാവശ്യം കയ്യിൽ നിന്ന് താഴെ വീണപ്പോൾ നടുപോയി പൊട്ടിപ്പോയി. അതാണ് നമ്മൾ ഈ എണ്ണക്കുപ്പിയുടെ താഴത്തൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ കട്ടിംഗ് ബോർഡും പെരുന്നാളൊരു ദിവസം ഞാൻ കഴുകണ നേരത്ത് നിലത്ത് വീണപ്പോൾ പകുതി പൊട്ടി കേട്ടോ. എന്താണെന്നറിയില്ല, കട്ടിംഗ് ബോർഡ് ഇങ്ങനെ നടു വെച്ചിട്ട് പൊട്ടണേ.
അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കട്ടിംഗ് ബോർഡായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓൺലൈനായിട്ട് മേടിക്കില്ല. കാരണം നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പോലെ തോന്നും, കൈ കിട്ടുമ്പം ആ കട്ടി ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ കട്ടിംഗ് ബോർഡ് ചോദിക്കും കേട്ടോ. അപ്പം ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് കാണും നല്ല ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള കട്ടിംഗ് ബോർഡ് കണ്ടു കേട്ടോ. അത്യാവശ്യം കനമൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഞാൻ ആ കട്ടിംഗ് ബോർഡ് വാങ്ങിയത് കേട്ടോ. അപ്പം ഇന്ന് രാത്രിക്ക് ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറിയും പിന്നെ സോയ റോസ്റ്റുമാണ്. രണ്ടും വെറൈറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കറികളാണ്. അച്ചുവിന് പിന്നെ ചപ്പാത്തീൻ്റെ കൂടെ കോഴിമുട്ട നമ്മളിങ്ങനെ പൊടി പൊടി ആക്കിയിട്ട് എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ടാണ് മിക്കവാറും കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയാലും അച്ചുവിന് കഴിക്കാനൊരു മടിയാണ്. പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ വെച്ചിട്ട് ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കിയിട്ട് എനിക്ക് കുക്ക് ചെയ്യൽ നടക്കില്ല. രണ്ടുപേർക്കും ഇഷ്ടത്തിനും അവർക്ക് വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാനായിട്ടാണ് പുതിയ തരം കറികൾ വെച്ച് നോക്കണേ കേട്ടോ. കുട്ടികളുടെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഭംഗിയും കൂടെ അവർ കണ്ണിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സാധനമാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഒരു താല്പര്യം കൂടും. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യത്യാസത്തിലാണ് ഞാൻ ഇന്ന് കറി വെച്ചിട്ടുള്ളത് കേട്ടോ. സോയ അച്ചുവിന് വലിയ പിടുത്തമില്ലാത്ത സാധനമാണ്, പക്ഷെ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണീനെ കണക്കാക്കിയിട്ടാണ് ഞാനിന്ന് സോയ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ റെസിപ്പി ഒന്നും പറയണില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കണേ കേട്ടോ. നമ്മൾ എന്താ പറയുക, തീരെ ഇങ്ങനെ എണ്ണ ഇല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് നല്ല മുരിഞ്ഞിട്ട് ഫ്രൈ ഒക്കെ ചെയ്യില്ലേ, അപ്പം അതേപോലെ ആക്കണ രീതിയിലാണ് ഇന്ന് സോയ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കാറില്ല, കൂടുതൽ റോസ്റ്റ് ആക്കിയിട്ട് ഇത്തിരി നമ്മൾ വെള്ളം പോലെ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് എനിക്കും തോന്നി കേട്ടോ. കണ്ടപ്പോൾ നന്നായിട്ടുണ്ടെന്ന് കഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കണ നേരത്തെ തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്കും ഇഷ്ടമാവുന്നു. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ. അച്ചുവിന് ഞാൻ പറഞ്ഞല്ലോ വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. അപ്പോൾ അച്ചു ആദ്യം കണ്ടപ്പോൾ തന്നെ പറയുകയും ചെയ്തു എനിക്ക് വേണട്ടാന്ന്. കാരണം ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അച്ചു തൊട്ട് നോക്കില്ല കേട്ടോ, വേണ്ടാന്നാണ് പറയുക. പിന്നെ ഞാൻ കുറച്ച് ഭംഗിയിലൊക്കെ നമ്മളിങ്ങനെ കുറച്ച് എന്താ പറയുക മുളക് കീറിയതും കറിവേപ്പിൻ്റെ ഇലയും ഇത്തിരി മല്ലിയുടെ ഇലയൊക്കെ മുകളിൽ ഇട്ടപ്പോൾ കാണാൻ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയ പോലത്തെ ഒരു രൂപത്തിലാക്കി. ഭക്ഷണം കൊടുക്കണ നേരത്തും എന്താ പറയുക ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭക്ഷണം കുറേ അങ്ങോട്ട് തോന്നിയ പോലെ നമ്മളിങ്ങനെ എത്ര രുചിയിൽ ഉണ്ടാക്കിയാലും നേരത്തെ പറഞ്ഞല്ലോ കാണാനുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറെയാണ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലേ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുകയുള്ളൂ. നല്ല മണവും നല്ല കണ്ണിനുള്ള ഒരു കാഴ്ചയാണ് നമുക്കൊരു ഭക്ഷണത്തിനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെടണമാക്കണേ. പിന്നെ നമുക്ക് വായിൽ നമ്മുടെ നാവിൽ ആ ഫുഡ് തൊട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ രുചി അറിയാൻ പറ്റും. ഇപ്പം കാണുമ്പോൾ കിട്ടുന്ന ആ രുചി അത് വേറെയാണ്. അപ്പോൾ കറി വെക്കാനായിട്ട് ഗ്രീൻ പീസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് ഒരു സബോള ഇഞ്ചി വെളുത്തുള്ളി അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 എണ്ണം മതി. അപ്പം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഗ്രാമ്പൂ ഏലക്കായ പിന്നെ പട്ട കുരുമുളക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിലിട്ടിട്ട് മൂപ്പിക്കുക. പെരുംജീരകം പിന്നെ കാഷ്യൂനട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ സബോള ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നും റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ചേർക്കണില്ല.
അപ്പോൾ കറിക്ക് ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയുടെ ഇലയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് പോണേ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്തിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇത് മാത്രമായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കറി ഒത്തിരി കട്ടിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ തന്നെ അരച്ചത് കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ള ഒരു 2 കൈപ്പിടിയോളമൊക്കെ നമുക്ക് തേങ്ങ മതി, ഒരുപാട് വേണമെന്നില്ല. നല്ല കറി ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടി ഉണ്ടാവും. പിന്നെ ഗ്രീൻ പീസ് മാത്രമായിട്ട് വേറെ ഇതിൽ അരച്ച് ചേർക്കണില്ല കേട്ടോ. സാധാരണ ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ തേങ്ങയൊന്നും ചേർക്കാറില്ല, ആ ഗ്രീൻ പീസ് അങ്ങനെ അരച്ച് ചേർക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഗ്രീൻ പീസ് കറിയിൽ തേങ്ങ ചേർക്കുമെന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് കേട്ടോ. തേങ്ങാപ്പാലോ തേങ്ങയോ ചേർത്ത് കഴിഞ്ഞാലും രസമാവുമല്ലോ ഒന്നും, കാരണം ഞാൻ ചേർക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചേർത്തു, അതാണ് ഈ റെസിപ്പി. ആ കമൻ്റ് ഇട്ട ആളാണ് എനിക്ക് പ്രചോദനം തന്നെ കേട്ടോ തേങ്ങ ചേർത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതെല്ലാം അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് തീരെ വെള്ളമില്ലാത്ത പോലെ തോന്നി. അപ്പം ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക, ചെറിയായിട്ടൊരു തിള വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണേ കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഉപ്പും ലേശം ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന ഇതേപോലെയുള്ള എന്താ പറയുക കുട്ടി കുട്ടി ടിപ്പുകളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് പേര് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കണ വിധമൊക്കെ പറഞ്ഞു തരും. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇത്രത്തോളം കാലങ്ങളായിട്ട് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് തെറ്റുകളൊക്കെ എനിക്ക് വീഡിയോയിൽ പറ്റാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോരുത്തരും പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഓരോന്ന് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അത്ര കുറവാണ് തോന്നുന്നു കേട്ടോ. ഇപ്പം അതുപോലെ കമൻസ് എനിക്ക് വരാറില്ല. എന്നാലും നിങ്ങൾക്ക് നേരമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആൾക്ക് നെക്സ്റ്റ് വ്ളോഗിൽ ഒരു ഹായ് പറയണമെന്ന്. അപ്പം ഞാൻ അതേ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഹാലക്ഷ്മി. കഴിഞ്ഞ 2 വ്ളോഗിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ എഡിറ്റിംഗ് സമയത്ത് ഞാൻ മറന്നു. പക്ഷേ ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പരിഭവം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മഹാലക്ഷ്മി ലാസ്റ്റ് വരെ വീഡിയോ കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അച്ഛനുള്ളതാണ് വിളമ്പി കൊടുക്കണേ കേട്ടോ. ഉണ്ണി ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തൽപരകക്ഷിയല്ലാത്തതുകൊണ്ട് ഉണ്ണിനെ കാണിക്കണില്ല. ഉണ്ണി ഇവിടെ കൂടെയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിയുടെ കളറും സോയയുടെ ഭംഗിയും കണ്ടിട്ട് അച്ചു അതിൽ വീണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടാട്ടോ, ഇവിടെ ഭയങ്കര ചൂടാണ്. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് മേലഴുകിയിട്ടാണ് ഞാൻ പിന്നെ കഴിക്കാറുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.